ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് CPM 28 ആണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് പുതിയ കാർ എടുക്കാൻ പോവാണ്. കാർ എടുക്കാനായിട്ട് ട്രോപ്പിക്കിൽ വരെ പോകണം. പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നില്ല വിളിച്ചിട്ട്. അവിടെ ഞാൻ ഒറ്റക്ക് പോകണേ. പിന്നെ സിറ്റിയിൽ നിന്ന് ഞാൻ ഈ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഞാൻ പോവാട്ടോ. എന്നാൽ അവിടെ നിന്ന് ബസ് കയറിട്ടാണ് ട്രോപ്പിക്ക് പോവുക. ബസ്സിനകത്ത് അവിടെ വിട്ട് പിന്നെ വിട്ട് കൊണ്ടുവരാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അവിടെ അവർ വണ്ടി അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പുറത്ത് ഇട്ടുണ്ടെന്ന് പറഞ്ഞ് അതാരും എടുത്തോണ്ട് പോയില്ല. സേഫ്റ്റിയിൽ അവിടെ നിന്നോളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാട്ടെ എൻ്റെ വീട്. ഇവിടെ അത്ര വരെ ചെറിയ വീടാണ്. ഡ്രസ്സൊന്നുമല്ല ഞാൻ ഫോണിലേക്ക് മാറ്റും. ഞാൻ എന്താ പറയുക, ഇന്നലെ വർക്ക്ഷോപ്പിൽ ഇവരോട് ബന്ധപ്പെട്ട ഡ്രസ്സാണ്. അപ്പം ഇനി ഗൈസ് നമുക്കിനി ട്രോപ്പിക്കിൽ തിരിഞ്ഞ് കാണാം. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ ട്രോപ്പിക്കിൽ ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ നിൽക്കുന്നത് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ ഷോറൂമിലേക്ക്. ഇനി കുറച്ച് നടന്നാൽ മതി. പക്ഷേ നഗരം പോകുന്നു. അതാണിപ്പോൾ ഓല് പറഞ്ഞത് വണ്ടി സൈഡിലിട്ടെന്നാണ്. അത് ഏത് സൈഡിലാണെന്ന് അറിയില്ല. നമുക്ക് ഫ്രണ്ടിൽ നോക്കാം, ബാക്കിൽ നോക്കാം, ആ സൈഡ് മുന്നിൽ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് നോക്കിയിട്ട് ആ സൈഡിൽ പോകാം. എന്നിട്ട് ആ സൈഡ് വഴി നമുക്ക് ബാക്കിൽ കയറാം. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഫ്രണ്ടിലൊന്നും ഉണ്ടാവില്ല കാര്യം. ഒരു മഞ്ഞ കളർ വണ്ടി എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ വണ്ടി ആദ്യ വെപ്രാളത്തേക്ക് നോക്കിക്കൊണ്ട് ഇച്ചിരിക്ക വണ്ടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞാൽ അവിടുത്തെ ഇമ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് അതുകൊണ്ട് കിലോമീറ്റർ ഓടിച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് ഇതുവരെ ഓടിച്ചിട്ടാണ് അവർ വന്നത്. ഈ സൈഡിലെ ബാക്കിലുള്ളത് ആ സൈഡ് ഉണ്ടാവുകാരം. അല്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഇവന്മാരെ വല്ല വണ്ടി ഗരേജാത്തിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിൽ അറിയാൻ പോണേ. കൂട്ടായൻ്റെ പടം കാണാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് ഞാൻ വീട്ടിലേക്കല്ലേ പോണേ. ഞാൻ നേരെ സിറ്റി ടൂക്കാണ് പോണേ. കുറച്ച് പരിപാടി ഉണ്ട്. ഇതാട്ടോ വണ്ടി. ഈ റിമ്മൊക്കെ മാറ്റണം. നിലവിലെ കളർ മാറ്റണം. അയ്യോ, ഞാൻ കണ്ടത് ഇങ്ങനത്തെ ലുക്കിലല്ല. അത് നോക്ക്. 3 മുട്ട ഇഞ്ചിര കിടക്കാൻ. പക്ഷെ സ്പീഡ് ട്രാവലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഇതായിട്ടാണ്. പിന്നെ ഡിക്കി എന്തെങ്കിലും നോക്കട്ടെ. സ്പീക്കറൊക്കെ ഇരിക്കണുണ്ടോ? ചെറിയ ഫാമിലി വണ്ടി എനിക്ക് വലിയ കാര്യത്തിൽ പോകുമ്പോഴേക്ക് വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എൻ്റെ മറ്റേ M4 എടുക്കാൻ പറ്റില്ല. പിന്നെ മീറ്റപ്പിനൊക്കെ പോകുമ്പോൾ പിന്നെ എന്താ പറയുക, മീറ്റപ്പ് അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ മാത്രമേ M4 എടുക്കാൻ. അല്ല ചെറിയ വില എൻ്റെ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോയാലും M4 എടുക്കാൻ പറ്റില്ല. അങ്ങനെ വണ്ടി എടുത്തോളൂ. 56 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്.
അപ്പൊ ഗൈസ് ഇനിയിപ്പോ സിറ്റി ടു കുത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ സ്റ്റേ അല്ല റൂം എടുക്കാനായിട്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് റൂമൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്ന് എടുത്തത് കേട്ടോ. നമ്മൾ തൊട്ടടുത്താണ് എന്റെ ഫ്രണ്ടിന്റെ ഭക്ഷണം അറിയുന്നത് അവിടെ വണ്ടി പഴകുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്റെ കയ്യിൽ കാര്യങ്ങള് എന്താ പറയില്ല ഒരു വീക്കത്തിന് പറയുന്നത് പോലെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക കയ്യിലൊക്കെ യൂട്രാഗ് അത് എൻ്റെ വേറൊരു സുഹൃത്തുക്കളി അതിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്തിന് ഇഞ്ചപ്പണി കാരണം അത് അപ്പൊ ഞാനപ്പോ അവർക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ ഈ വണ്ടിയുടെ കളറ് മാറ്റും, പിന്നെ ഈ വണ്ടിയുടെ റിങ്ങിൻ്റെ അത് മാറ്റും, പിന്നെ എപ്പോഴും ബോഡി കിറ്റ് മാറ്റും. ബോഡി കിറ്റ് മാറ്റും. പിന്നെ എന്താ പറയാ പേരടിക്കുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് അതൊക്കെ അടിക്കും. പക്ഷെ അതൊക്കെ എന്നടിച്ച് കിട്ടില്ല, ഒരു 2-3 ദിവസം കഴിയും. നോക്കിനിപ്പോ അന്നത്തെ ഇത് പാർട്ട് 2 വീഡിയോ ആയിട്ട് വരാൻ പറ്റാം. ഈ വണ്ടിയുടെ പേര് ഹോണ്ട സിറ്റി എന്നാണ്. നല്ല ഹോണ്ട സിറ്റി ആണ് ഈ വണ്ടിയുടെ പേര്. ഏറ്റവും 1999 എഡിഷൻ. അങ്ങനെ പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ഈ വണ്ടി എടുക്കാനായിട്ട് 10 ലക്ഷത്തി എന്താ പറയാ 10-25 ലക്ഷം വേണ്ടി വന്നു. അയാളാണെങ്കിൽ ഒരു എന്താ പറയാ നേപ്പാളിയായിരുന്നു. അയാൾക്കാണ് നല്ല വില പേസിക്കാണെങ്കിൽ അയാൾ സമ്മതിച്ചൊന്നുമില്ല. എന്ത് കഷ്ടമറിയോ എങ്ങനെ വണ്ടി കിട്ടിയത്. അപ്പൊ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട്